പുലർച്ചെ 3 മണിയോടെയാണ് അതീവ ഭയാനകമായ ഈ അപകടം നടന്നത്. ഏകദേശം 80 ടണ്ണോളം ഭാരമുള്ള കൂറ്റൻ ഗിർഡറുകൾ ഫ്ലൈ ഓവറിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ മെഷീനിൽ നിന്ന് തെന്നി താഴേക്ക് പതിക്കുകയായിരുന്നു. ആ സമയം റോഡിലൂടെ വാഹനത്തിൽ പോവുകയായിരുന്ന പള്ളിപ്പാട് സ്വദേശി 48 വയസ്സുള്ള രാജേഷാണ് മരണപ്പെട്ടത്. നിർമ്മാണ സ്ഥലത്തെ അശ്രദ്ധയും സുരക്ഷാ വീഴ്ചയുമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്ന് ജില്ലാ കളക്ടർ പ്രാഥമികമായി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12 പേരാണ് ഈ പാതയിൽ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. നാട്ടുകാരുടെ പ്രതിഷേധം നിയന്ത്രണാതീതമായി തുടരുന്നു. ഈ അപകടത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് നാജിമിനൊപ്പം മിൻഹത്ത് മറിയം, റസ വിഷ്യൻ. നമസ്കാരം. വികസനം അതൊരു നാടിന്റെ സ്വപ്നമാണ്. ആകാശത്തോളം ഉയരത്തിൽ കോൺക്രീറ്റ് തൂണുകൾ പടുത്തുയർത്തി നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതകൾ ഇന്ന് നമ്മുടെ അനിവാര്യതയാണ്. എന്നാൽ ആ ആകാശപാതകൾക്ക് താഴെ പൊടിപടലങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടുന്ന ചില ജീവിതങ്ങളുണ്ട്. മുന്നോട്ടുള്ള കുതിപ്പിനിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ചില മുഖങ്ങൾ. കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡുകളിൽ നട്ടലൊടിയുന്ന സാധാരണക്കാർ, അന്തരീക്ഷത്തിലെ സിമന്റ് പൊടിയിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന വയോധികർ, സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകൾ മൂലം അപകടങ്ങളിൽ പെടുന്ന യാത്രക്കാർ. വികസനം വേണം, പക്ഷേ അത് മനുഷ്യജീവനുകൾക്ക് പകരമാകരുത്. ജനങ്ങളുടെ ആശങ്കകളും അധികൃതരുടെ മറുപടിയും നേർക്കുനേർ വരുന്ന ഒരു ജനകീയ സഭ ഇവിടെ കൂടുകയാണ്. അരൂർ തുറവൂർ ആകാശപാതയുടെ പശ്ചാത്തലത്തിൽ സമകാലിക കേരളം ചർച്ച ചെയ്യുന്ന ഗൗരവമേറിയ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നു. നാടകം ആകാശപാതയിലെ ജനകീയ സഭ. നമുക്ക് കാണാം പൊടിപുരണ്ട ആ ചായക്കടയിൽ നിന്ന് തുടങ്ങുന്ന ഈ പ്രതിഷേധത്തിന്റെ ശബ്ദം. ഇവിടെ ഉണ്ടായിരുന്നോ രാഘവേട്ട? എരമല്ലൂർ വളവിൽ ആ ഇരുമ്പ് സ്ലാബ് വെക്കുന്ന തിരക്കിൽ താഴെ ഗതാഗതം തടസ്സപ്പെട്ടു. 2 മണിക്കൂറാണ് ഞാനിവിടെ കിടന്നത്. പാവൻ രോഗിയും കൊണ്ടുവന്ന ആംബുലൻസ് പോലും കുടുങ്ങിപ്പോയി. ഇവിടെ ശ്വസിക്കാൻ പോലും പറ്റില്ല മോഹനെ. റോട്ടിൽ വെള്ളം നനയ്ക്കാത്തത് കൊണ്ട് കടക്കുള്ളിൽ പോലും സിമന്റ് പൊടിയാ. വികസനം വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചത്തുപോകണമെന്നാണോ? അച്ഛാ, ഇന്നും ഒരാൾ മരിച്ചു. ഹരിപ്പാട് സ്വദേശി രാജേഷ്, വെറും 48 വയസ്സ്. പുലർച്ചെ 3 മണിക്ക് 80 തൂക്കമുള്ള ഗിർഡറാണ് അയാളുടെ മേലേക്ക് വീണത്. ഞാൻ അറിഞ്ഞു മോനെ. ഇതൊക്കെ ആരോട് പറയാനാ, ആര് കേൾക്കാനാ? നമ്മുടെയൊക്കെ വിധി. എല്ലാം അനുഭവിക്കുക തന്നെ. ഈ ഒരു വർഷത്തിനുള്ളിൽ 12 പേരുടെ ജീവനാണ് ഈ റോഡിൽ പൊലിഞ്ഞത്. വികസനം വരുന്നത് നമ്മുടെയൊക്കെ ചോര പിടിക്കാൻ വേണ്ടിയാണോ? സാറേ, ഈ സഭ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആകാശപാത പണിയുന്നത് തടയാനല്ല, പക്ഷെ അത് പണിയുമ്പോൾ താഴെ ജീവിക്കുന്ന മനുഷ്യർക്ക് ചില ഉറപ്പുകൾ വേണം. സാറേ, ഈ ഒരു മാസത്തിനിടയിൽ ഈ പ്രദേശത്ത് ശ്വാസം മുട്ട് രോഗികളുടെ എണ്ണം കൂടി. നിങ്ങൾ എപ്പോഴെങ്കിലും റോട്ടിൽ വെള്ളം നനയ്ക്കാറുണ്ടോ? വായുവിൽ പറക്കുന്ന വിഷം ഞങ്ങൾ ശ്വസിക്കണമെന്നാണോ? സർവീസ് റോഡ് എപ്പോഴാണ് നന്നാക്കുക? ആകാശത്ത് വിമാനം പോലെ പായൻ പാലം വരും, പക്ഷേ താഴെ ഞങ്ങളുടെ നട്ടലൊടിയുകയാണ്. രാത്രിയിൽ അവിടെ വെളിച്ചമില്ല, സിഗ്നലുകളില്ല. ഞങ്ങളുടെ ജീവന് എന്ത് വിലയാണുള്ളത്? ഞങ്ങൾ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്ത് സുരക്ഷയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? 80 ടൺ ഭാരമുള്ള ഗിർഡർ മെഷീനിൽ നിന്ന് തന്നെ താഴെ വീണമെങ്കിൽ എന്ത് സുരക്ഷയാണ് നിങ്ങൾ അവിടെ ഒരുക്കിയത്? പുലർച്ചെ 3 മണിക്ക് ട്രാഫിക് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? 12 പേരുടെ ജീവൻ ബലികൊടുത്തായിരുന്നു. ഇനി ആരെയാണ് നിങ്ങൾ ബലികൊടുക്കേണ്ടത്? സുരക്ഷ എന്നാൽ വെറും ബോർഡ് വെക്കലല്ല സാറേ, അത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കലാണ്. നിങ്ങളുടെ പരാതികൾ ഞാൻ ഗൗരവമായി കാണുന്നു. വേഗം പണിതീർക്കാവുന്ന സമ്മർദ്ദത്തിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്.
നിങ്ങളുടെ വാക്കാൽ ഉറപ്പല്ല ഞങ്ങൾക്ക് ആവശ്യം. ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയാണ് ആവശ്യം. ഈ സഭയിൽ ഞാൻ 3 ഉറപ്പുകൾ നൽകുന്നു. ഇന്നു മുതൽ 3 നേരം റോട്ടിൽ വെള്ളം നനയ്ക്കും. സർവീസ് റോഡിലെ കുഴികൾ അടയ്ക്കും. രാത്രി പണി അടക്കുമ്പോൾ കൂടുതൽ വെളിച്ചവും സുരക്ഷാ ജീവനക്കാരെയും നിയമിക്കും. പണി നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന കൂടുതൽ ജാഗ്രതയോടെ നിയന്ത്രിക്കാൻ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടും.